ഗൈസ്, അപ്പോൾ ആപ്പിളിൻ്റെ ഫോൾഡബിൾ ഫോണിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതിനെപ്പറ്റി ഞാനന്ന് പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ നേരത്തെ കിടപ്പുണ്ട്. 18 പ്രോവിനെ പറ്റി ഞാൻ സംസാരിച്ചു, അതിൻ്റെ ലൂക്സ് ആൻഡ് റൂമേഴ്സ് എന്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ ഐഫോൺ ഫോൾഡബിളോ ഐഫോൺ അൾട്ര അതിനെപ്പറ്റി സംസാരിക്കാം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൾഡബിൾ ഇറങ്ങാൻ പോവുകയാണ്. ആപ്പിൾ ഐഫോൺ ഫോൾഡ് അല്ലെങ്കിൽ ഐഫോൺ അൾട്ര എന്ന് പറഞ്ഞ ഒരു സീരീസ്, ഫോൾഡബിൾ അൾട്ര അങ്ങനെ എന്തോ. അപ്പോൾ അതിനെപ്പറ്റി ഫോൾഡബിൾ എന്ന് പറഞ്ഞ ഒരു ഡിവൈസിനെ പറ്റിയുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്തൊക്കെയായിരിക്കും, അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ അത് പുതിയതായിട്ട് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 18 ഇത് ലീക്സ് ആൻഡ് റൂമേഴ്സ്, അത് പേജിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ 18 സീരീസ് മാർച്ചിലാണ് റിലീസാവുന്നത്, ഇപ്പോഴല്ല. 18 പ്രോയും പ്രോ മാക്സും പിന്നെ ഈ ഫോൾഡബിൾ ആയിരിക്കും ഇറങ്ങുന്നതാണ് ഈ സെപ്റ്റംബർ എന്നാണ് കേൾക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ട് വീഡിയോ ലോഞ്ച് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊക്കെയാണ് ലീക്സ്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്കത് പറയാം. അപ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് ഞാൻ എന്തായാലും എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇത് പറയുന്നത് ബുക്ക് സ്റ്റൈലായിരിക്കും എന്നാണ് പറയുന്നത്. ഒരുമാതിരി ചെറിയൊരു സാധനമാണ്, ഞാനത് ഇതിൽ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് തമ്പനെയെല്ലാം കാണാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം മനസ്സിലാവൂ, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം ബുക്ക് സ്റ്റൈലാണ്. പിന്നെ ഹൊറിസോണ്ടലാണെന്നാണ് കേൾക്കുന്നത്. ഇത്തിരി ഉള്ളൂ ഇങ്ങനത്തെ ഒരു സാധനം. പിന്നെ 7.5 ഇഞ്ച് ഇന്നർ ഡിസ്പ്ലേയും ടൈറ്റാനിയം ഓർ അലുമിനിയം, അലുമിനിയം ആവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെയാണ് കേൾക്കുന്നത്. 2000 മുതൽ $2,500 പറയുന്നത്. നിയർ അബൌട്ട് 2.5 ലക്ഷം രൂപ ആവുമെന്നാണ് കേൾക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി ഫീച്ചേഴ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിസ്പ്ലേ പറയുന്നത് അറൗണ്ട് 5.3 മുതൽ 5.5 ഇഞ്ച് വരെ. പിന്നെ അത് അകത്ത് ഇന്നറായിട്ട് നമ്മൾ തുറക്കുമല്ലോ, അപ്പം നല്ല വലിപ്പമായിരിക്കും എന്നാണ് ആദ്യത്തെ ഞാൻ പറഞ്ഞത്. ഇത് 7.5 ഇന്നർ ഫ്ലെക്സിബിളും വെളിയിൽ 5.0 തൊട്ട് 5.5 ഇഞ്ചസ് ആണ്. പിന്നെ OLED പാനലാണ് ആദ്യമായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഇതൊക്കെയാണ് ഡിസ്പ്ലേയിൽ മെയിനായിട്ട്. പിന്നെ ഡിസൈൻ ആൻഡ് ബയോമെട്രിക്സിൽ പറയുന്നത് 4.9 mm ഇതാണ് അൺഫോൾഡബിൾ, ഇത് തിന്നസ്റ്റ് ഫോൾഡബിൾ ഇത് ഐഫോൺ എന്നാണ് പറയണത്. പിന്നെ ഇതിൽ ഫേസ് ID ഇതാക്കിയിട്ട് ടച്ച് ID ഫിംഗർ പ്രിൻറ്റ് സൈഡിൽ കൊണ്ടുവരും ആദ്യമായിട്ട്. അവരങ്ങനെയും ചെയ്യുന്നുണ്ട്, മറ്റത് കൊണ്ടുവരാതെ. രണ്ടും കാണും. അപ്പം ഇൻ്റഗ്രേറ്റഡ് ഡയറക്റ്റഡ് അത് പവർ ബട്ടണിൽ തന്നെ നമ്മളെ ഫിംഗർ പ്രിൻ്റ് അവർ കൊണ്ടുവരും. പിന്നെ പെർഫോമൻസിൽ പറയുന്ന മെയിനായിട്ട് A20 പ്രോസസ്സർ തന്നെ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. 2 നാനോമീറ്ററിൻ്റെ പ്രോസസ്സറാണ് അത് തന്നെ അതിലും വരുന്നത് പുതിയതായിട്ട്. അത് നല്ല സ്പീഡാണ്, ആദ്യത്തെ ഫോൺ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഏതോ ഒരു സാംസങ്ങിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 12 GB റാം തന്നെയാണ്, അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ക്യാമറയിൽ അടുത്ത ക്യാമറയിൽ എന്ന് പറയുന്നത് റിയർ സെറ്റപ്പ് റൂമേഡ് 48 മെഗാ പിക്സൽ വൈഡ് ലെൻസും 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസും, ഇതാണ് അതിൽ വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് മെയിൻ. പിന്നെ സോഫ്റ്റ്വെയറും മൾട്ടി ടാസ്കിങ്ങും നമുക്ക് പറ്റി പറയാം. പിന്നെ iOS 27 ഡെവലപ്പർ ബീറ്റ അതിപ്പോൾ ഇറങ്ങിയായിരുന്നു, അടിപൊളിയായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഡൈനാമിക് ആപ്പ് സ്കെയിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആപ്പും വിജറ്റും ഡൈനാമിക്കലി റിസൈസ് ആക്കും അവർ, അതൊന്നും മാറ്റുന്നുണ്ട്. സ്പ്ലിറ്റ് സ്ക്രീനും മൾട്ടി ടാസ്കിങ്ങും ഫസ്റ്റ് ടൈം വരാൻ പോവുക, ബിക്കോസ് ഇത് ഫോൾഡബിൾ ആണ്, നേരെ ആക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഐപാഡ് ലേഔട്ട്സ് ആണ്. അൺഫോൾഡബിൾ ഇൻ്റർഫേസ് വരുമ്പം ഐപാഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും, അങ്ങനെയൊക്കെ. പിന്നെ ലാർജ് സ്ക്രീനല്ലേ വരുന്നത്, അപ്പോൾ അത് കാരണം ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ബാറ്ററി അവർ കുറച്ചുകൂടെ വലുതാക്കുന്നുണ്ട്. അടുത്ത ബാറ്ററി പറയുകയാണെങ്കിൽ ബാറ്ററിയും ബാറ്ററിയിൽ ഇപ്പോൾ അവർക്ക് ഇത്രയും വലിയ ഫോണാക്കുമ്പോൾ അവർക്ക് വലിയ ഒരു സ്പേസ് കിട്ടും. അപ്പോൾ ഇത്രയും പൈസയാണ്, അപ്പോൾ നല്ലൊരു ബാറ്ററി പാക്കൊക്കെ കിട്ടുമെന്നാണ് ലീക്സ് പറയുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ വില ഞാൻ പറഞ്ഞല്ലോ, പ്രൈസ് 2000 മുതൽ $2,500 എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇന്ത്യൻ മണിയാണെങ്കിൽ 2.5 ലക്ഷം രൂപയൊക്കെയാണ് കേൾക്കുന്നത്. ആരെടുക്കും എടുക്കൂല എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. തോന്നുന്നില്ല എടുക്കൂലെന്ന്, ബിക്കോസ്
ചെറിയൊരു ഫോണും പിന്നെ പ്ലസ് 2 ക്യാമറയാണ് അവർ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. ടെലിഫോട്ടോ ഇല്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും 18 Pro Max എടുക്കണതാണ് നല്ലതല്ലേ, അതായിരിക്കും എടുക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പുതിയൊരു മോഡൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അതും ഫോൾഡബിൾ ആദ്യമായിട്ട് ഇറക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ചിലപ്പം ചാടിക്കയറി എടുക്കും. എന്തായാലും കണ്ടു തന്നെ അറിയണം. ഇതെന്തായാലും കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും കണ്ട് അഭിപ്രായം പറയാം. എന്തായാലും റിലീസ് ചെയ്യുന്നത് സെപ്റ്റംബറാണ്. സെപ്റ്റംബറിൽ ലോഞ്ച് വരും. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലോഞ്ച് വരുമ്പം അന്ന് നമുക്കറിയാം. ഇതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ചെറിയ ഇപ്പോൾ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു സാധനം നമ്മളാ സാംസങ്ങിനെ പോലെ അല്ല, ഏകദേശം എന്തായാലും അകത്തൊക്കെ തുറക്കുമ്പോൾ നല്ല വലിയ ഡിസ്പ്ലേ ആയിരിക്കും. അതൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. സെപ്റ്റംബറിൽ ഇത് ഇറങ്ങും. മറ്റേത് 18 സീരീസ് ഒക്കെ മറ്റേ 18E കൂടെ ഇറങ്ങും. 17E ഇറങ്ങിയ സമയമുണ്ടല്ലോ മാർച്ചിൽ, ആ സമയത്ത് ഇറങ്ങും. അല്ലാത്ത ഫോണൊക്കെ ഈ സമയത്ത് ഇറങ്ങും. അങ്ങനെയാണ് അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ പുതിയ ഒരു ഫോൺ. ഇത് ഇറങ്ങിയാൽ ഇറങ്ങി, നമുക്കിത് കണ്ടു തന്നെ അറിയണം. നമുക്ക് ഫോൾഡബിൾ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ. ഇല്ലെങ്കിൽ അവർ 2 ഫോൺ മാത്രമായിരിക്കും ഇപ്രാവശ്യം ഇറക്കുന്നത്. എയറും അപ്പോഴാണ് ഇറങ്ങണേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇവരെ കൂടെ തന്നെ ആയിരിക്കാം, ഈ സെപ്റ്റംബറിൽ തന്നെ ആയിരിക്കാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. Air 2 എന്തുകൊണ്ട് കേൾക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഏതാണ് ഐഫോൺ എടുക്കാൻ കാത്തിരിക്കുന്നത്, 18 എടുക്കുന്നുണ്ടോ അതോ ഫോൾഡബിൾ എടുക്കുന്നുണ്ടോ എന്നെല്ലാം കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.